അപ്പോളേ ഇന്ന് നമുക്കൊരു വലിയ തെരണ്ടി ആട്ടാ കിട്ടിയേക്കണത്. അപ്പം ഞങ്ങൾ ഇവനെ ഇന്ന് വറുത്തരക്കണില്ല, അല്ലാതെ കറി വെക്കാൻ വേണ്ടി പോണേണ്. അപ്പം ഞാൻ ചൂട് വെള്ളത്തിയിട്ട് ഇവൻ്റെ ഇങ്ങനെ നോള പോലത്തെ കുറേ അഴുക്കുണ്ട്, അതൊക്കെ ഞാൻ ഉരച്ച് കഴുകണുണ്ടേ. അപ്പോൾ എനിക്കിപ്പോൾ പണ്ടത്തെ പോലത്തെ ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഹസ്ബൻഡ് പറഞ്ഞ് നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് നമ്മുടെ തെരണ്ടിയുടെ പണി അങ്ങോട്ട് ഏറ്റെടുത്തിട്ടാ. അപ്പോൾ അവനെ മുറിച്ച് നല്ല അലിവ കഷ്ണം പോലെ ആക്കി എനിക്ക് തന്നിട്ടുണ്ടേ. ഞാൻ വെക്കാൻ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും അതിന് വേണ്ട സവാള എല്ലാം അരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ പൊടികളെല്ലാം ഓട് കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സവാള എണ്ണയിൽ നന്നായിട്ട് വാട്ടിയിട്ട് നമ്മുടെ ഓട് കാച്ചിയ മസാലയും പുളിവെള്ളവും കൂടി ഒഴിച്ച് എന്നിട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ തെരണ്ടി കഷ്ണം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തെരണ്ടി നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വെന്ത് വന്നേ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.